ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വെറൈറ്റി ആയിട്ടൊരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പാൽപുട്ടാണ്. നല്ല ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ്. ഉണ്ടാക്കാനാണെങ്കിൽ വളരെ സിമ്പിളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പുട്ടിന് നമുക്ക് കറികളോ കാര്യമൊന്നും വേണ്ട. ഇത് വെറുതെ കഴിക്കാൻ തന്നെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെ ഇത് തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കണ്ട് കൂട്ടാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി നമുക്ക് നനച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1.5 കപ്പ് പുട്ടുപൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 1.5 കപ്പ് അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് എടുക്കുക. ഈ ഒരു 1.5 കപ്പ് അളവിനെ ഒരു 3-4 പേർക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അജ്മി പുട്ടുപൊടിയാണ്. അതാവുമ്പോൾ നമ്മൾ നനച്ച് കഴിയുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇനി നമുക്ക് നനച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പുട്ടുപൊടിയിൽ വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിലാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നനച്ചെടുക്കാം. കുറച്ച് വെള്ളമാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഞാൻ ഈ 1.5 കപ്പ് പൊടിക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അങ്ങോട്ട് വെക്കലാണ് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് ഒഴിച്ചിട്ട് ഞാൻ നനച്ചെടുക്കുകയാണ്. ഇതിൽ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോഴാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വെള്ളം അധികം ആവും എന്നുള്ളൊരു പേടിയൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് നേരം നമ്മളിത് വെക്കുമ്പോൾ തന്നെ എല്ലാം കൂടി നല്ല വെള്ളം കുടിച്ചിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും പൊടി. അപ്പോൾ അതാ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതൊന്ന് പൊത്തി വെച്ചാൽ മതി കേട്ടോ. ഒരു 10 മിനിറ്റ് നേരം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 10 മിനിറ്റ് നേരം അടച്ചു വെക്കുക. ഇനി നമ്മൾ 10 മിനിറ്റ് നേരം വെക്കാതെ നമുക്ക് അപ്പം വേണമെങ്കിലും ചുട്ടെടുക്കാം. പക്ഷേ ഇങ്ങനെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുമ്പോഴാണ് ആ പൊടി ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അതാ ഒരു 10 മിനിറ്റ് നേരം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് തന്നെ ഞാനൊന്ന് മിക്സ് ആക്കി എടുക്കുന്നത്. അപ്പോൾ കണ്ടോ, ഒട്ടും വെള്ളമില്ല. വെള്ളമൊക്കെ നല്ല പോലെ ഇതായിട്ട് ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർക്കരുത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് തോന്നും നനവ് കുറവാണെന്ന്. പക്ഷേ ഈ ഒരു ടൈമിൽ വെള്ളം ചേർക്കരുത്. നമുക്ക് കറക്റ്റ് അളവാണ്. നമുക്ക് പുട്ടുണ്ടാക്കി വരുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാത്ത നല്ലപോലെ ഒന്ന് കൈകൊണ്ട് ഉടച്ചെടുക്കാം. അപ്പോൾ അത് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയമായപ്പോൾ തന്നെ കണ്ടോ, നമ്മൾ 1.5 കപ്പ് പൊടി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 കപ്പ് പൊടിയുടെ അത്ര ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അജ്മി പുട്ടുപൊടി പ്രത്യേകിച്ച് അങ്ങനെയാണ്, നമ്മൾ നനച്ച് കഴിയുമ്പോൾ ഡബിളായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ 1/2 കപ്പ് മുതൽ 3/4 കപ്പ് വരെ ചേർത്ത് കൊടുക്കുക കേട്ടോ. തേങ്ങ കുറച്ച് അധികം ഉണ്ടെങ്കിലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു വലിയൊരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് അത് ഗ്രേറ്റ് ചെയ്തതാണ്. നല്ല നൈസായിട്ട് തന്നെ ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും ഈ ഒരു പുട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2.5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ടീസ്പൂണിനാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു 4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ 2.5 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത്ര മധുരം വേണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ചേരുവകൾ മാത്രം മതി കേട്ടോ നമ്മുടെ പാൽപ്പുട്ടിൻ്റെ ഒരു പൊടി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നിട്ട് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. അപ്പോൾ തേങ്ങയും ക്യാരറ്റും അതുപോലെ തന്നെ പാൽപ്പൊടിയും പഞ്ചസാരയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഈ ഒരു തേങ്ങൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയൊക്കെ ആ ഒരു നനവിൽ പാൽപ്പൊടി കട്ടായി പോകും കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു പാത്രത്തിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ആ പാൽപ്പൊടിയുടെ കട്ടകളൊക്കെ നല്ല ഒന്ന് മിക്സ് ആക്കിയിട്ട് തന്നെ എടുക്കണം. അപ്പോൾ നമ്മൾ ഈ പാൽപ്പൊടി ചേർത്തല്ലോ. അപ്പോൾ അതിന് പകരം ചിലവരൊക്കെ ഈ പാലിൽ ഇത് നനച്ചെടുക്കുന്നത് കാണാം. അപ്പോൾ ഈ പാലിൻ്റെ ചുവ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അത് കാരണമാണ് ഈ പാൽപ്പൊടി ചേർത്ത് കൊടുത്തത്. ഈ പാൽപ്പൊടി ചേർത്ത് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും മുന്നിട്ട് നിൽക്കില്ല കേട്ടോ. അപ്പോൾ പുട്ട് കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ മതി. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അവരെന്തായാലും കഴിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ പൊടി ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കിയെടുക്കാം. അപ്പോൾ സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കിയെടുക്കണ പോലെ തന്നെ പുട്ടും കുറ്റിയിൽ നമ്മൾ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ചിലർ ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റാണ് ഇട്ട് കൊടുക്കല്. അപ്പോൾ ഞാൻ ഇടയിലൊന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഈ ഒരു പൊടി നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അതായത് ടൈം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു പാൽപ്പൊടിയും തേങ്ങയും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് സെറ്റായി കിട്ടും ഈ ഒരു പൊടിയിൽ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാൻ വെച്ചിട്ടില്ല, ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം, എന്നിട്ട് ഉണ്ടാക്കിയാൽ മതി.
അപ്പോൾ നമ്മൾ ഒന്നാമത്തത് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുക്കറിലാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ലപോലെ ആവി വന്നതിന് ശേഷം വെച്ച് കൊടുക്കുക. ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേന് തന്നെ ആവി കയറും കേട്ടോ. സാധാരണ പുട്ട് വേവുന്ന ആ ഒരു ടൈം തന്നെ ഇതിന്. അപ്പോൾ നമ്മൾ പുട്ടുംകുറ്റിയിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കണം. ആ ഒരു നേരത്ത് നല്ല തിക്കായിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ആവി കയറാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചിലരൊക്കെ തട്ടി കൊടുത്ത് അതിലിങ്ങനെ ഇട്ട് കൊടുക്കണതാണ്. സാധാരണ പുട്ട് വേകുന്ന ആ ഒരു ടൈം തന്നെ മതി ഇതിന്. എന്നാലും 1 മിനിറ്റ് അധികം ഞാൻ വെക്കുന്നുണ്ട് ആവി കയറിയിട്ട്. അതിൻ്റെ ഉള്ളിലായ ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതാ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് മാറ്റാം. പിന്നെ അതുപോലെ തന്നെ വെള്ളം നല്ലപോലെ തിളച്ച് ആവി വരുമ്പോൾ വെച്ച് കൊടുത്താൽ പെട്ടെന്നായിട്ട് തന്നെ ആവി കയറി കിട്ടും ചെയ്യും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാൽപ്പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി അടുത്തതും കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം മാത്രമേ കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. ബാക്കി പൊടി വരുന്നുണ്ട്. അതായത് 1.5 കപ്പ് പൊടി എടുത്തപ്പോൾ തന്നെ നനച്ച് കഴിഞ്ഞപ്പോൾ ഒരുപാട് പൊടിയായി. അപ്പോൾ നമുക്ക് ബാക്കി പൊടിയൊക്കെ വരികയാണെങ്കിൽ ഒരു പാത്രത്തിൽ അടച്ചിട്ട് നല്ലപോലെ എയർ ടൈറ്റുള്ള പാത്രത്തിൽ അടച്ചിട്ട് നമുക്ക് ഫ്രീസറിൽ വെക്കാം കേട്ടോ. പിന്നീട് നമുക്കത് ഉപയോഗിക്കാം. അപ്പോൾ ഇതും ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി പുട്ടുകളൊക്കെ നമ്മൾ തയ്യാറാക്കലുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ് കേട്ടോ. അത് ഒരു ലൈറ്റ് മധുരത്തോടു കൂടി കറിയും കാര്യങ്ങളൊന്നും വേണ്ട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പുട്ടാണ്. പുട്ട് കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കും കേട്ടോ. അപ്പോൾ ഇതുവരെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കല്ലേ.